ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ബസ് സിമുലേറ്റർ ഇന്ത്യ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും ബസ് സിമുലേറ്റർ ഇന്ത്യ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തായാലും ബസ് കുറച്ച് ഓടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മളിന്ന് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ടായി കാണുന്ന മുമ്പ് എല്ലാവരും ജസ്റ്റ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കെന്തായാലും വീഡിയോ നമുക്കെന്തായാലും പതുക്കെ ആൾക്കാരെയൊക്കെ അങ്ങ് എടുക്കാം. ഓക്കെ, സ്കിപ്പ് ചെയ്യാം ഗൈസ്. നമ്മൾ കയറ്റിയിട്ടുണ്ട്, സ്റ്റക്കാവുന്നുണ്ട്, കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ മാപ്പ് തന്നെയായിരുന്നു എടുത്തത്. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഗെയിം ഇപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഗൈസ്. മാപ്പ് അധികമൊന്നും വന്നിട്ടില്ല. നമ്മൾ വന്ന മാപ്പിൽ നിന്ന് കളിക്കുകയാണ്. കൊച്ചി ടു എവിടെയാണെന്ന് അറിയത്തില്ല. കൊച്ചി ടു എവിടെയെന്നോ മറന്നു ഗൈസ്. എന്തോ കൊച്ചി ടു എവിടെയോ മറന്നു. ഇപ്പോൾ ഇത് കൊച്ചിയാണ്. നമുക്ക് ഓക്കെ, ഇത് തന്നെ ഗൈസ്, ഇതേ വരും. ഈ വണ്ടിക്ക് പെട്ടെന്ന് സ്പീഡ് കയറും ഗൈസ്. നമ്മൾ അടുത്ത വീഡിയോ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ വരുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നതായിരിക്കും. എന്തായാലും പതുക്കെ പോകാം ഗൈസ്. ഇടിച്ച് 84 ഗൈസ്. അവർ മറിഞ്ഞു വീണു. ഇപ്പോൾ എന്തായാലും പോവാം, അവരെ ഇടിച്ചിട്ട് ഗൈസ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോഴത്തേന് നമ്മുടെ വണ്ടി കൺഫ്യൂഷനായി. അത് ഇന്തോനേഷ്യയിലായിരുന്നു അല്ലേ ഗൈസ്? ശരി. അയ്യോ, തെറ്റി. അതിലെ കൂടെ കയറാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് 1000 സബ്സ്ക്രൈബേഴ്സ്, അതായത് 1K സബ്സ്ക്രൈബേഴ്സ് ആക്കിയാൽ പിന്നെ ഗിവ് അവേയുടെ വീഡിയോകൾ ഇഷ്ടംപോലെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇവിടെ ബ്ലോക്കാണ് ഗൈസ്. ഫോണടിക്കാം. നമുക്ക് ഇടത്തോട്ടല്ലേ, അപ്പോൾ ഇടത്തോട്ട് പോവാം. ബ്ലോക്ക് ഗൈസ് ഫുള്ള്. ഇതിലെ കൂടെ ഇടയ്ക്ക് കൂടെ കയറുമ്പോൾ അകത്ത് കയറാം. അകത്ത് കയറിയൊന്ന് ഹോൺ അടിക്കാം ഗൈസ്. മാറിപ്പോ പറ്റുന്നു. ഓക്കെ, 84 ഹെൽത്തായി ഗൈസ്. പിന്നെ ഇതിൽ പിന്നെ പറയും നമുക്കിഷ്ടമുള്ള റോഡ് പോകാൻ പറ്റില്ല. അതെന്താണെന്ന് അറിയത്തില്ല. നമുക്കിഷ്ടമുള്ള റോഡ് പോയാൽ ചിലപ്പം അവിടെ ഇടിച്ച് നിൽക്കും ഗൈസ്. പിന്നെ നമുക്ക് യഥാർത്ഥ റോഡ് തന്നെ പോകണം. അതേ പറ്റും. പിന്നെ ഈ ഇതിൽ APK മോഡ് കയറ്റാൻ പറ്റും. ഞാൻ കയറ്റിയിട്ടില്ല ഗൈസ് ഇവിടെ. നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയും ഗൈസ്. നിങ്ങളിത് കളിക്കുമെന്നൊന്ന് പറയും. നല്ല രസമാണ് വെച്ച് കളിക്കാൻ. അയ്യോ, 83 നമ്മുടെ ഈ പൈസയൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് അല്ല ഗൈസ്, ഹെൽത്ത് റിപ്പയർ ചെയ്യാം. ഭാരത്തിൽ കൂടെയാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഗൈസ്, ഈ ഗെയിമില്ലേ, ഈ ഗെയിം അതായത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് റിയൽ റോഡായിട്ടാണ്. അതായത് കൊച്ചിയിലെ റോഡ് എല്ലാം റിയൽ പോലെയാണെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ പറ ഗൈസ്, കമൻറ്റ്. ഇവിടെ ലോഡിങ് ഉണ്ട് ഗൈസ്. ഇപ്പോൾ ഗൈസ് പോലീസ് വരുന്നുണ്ട്.
ആകെ മാറി. തിരുവനന്തപുരമായി ഉണ്ടായി റിയൽ സ്ഥലം. ഇപ്പം പെട്ടെന്ന് തിരുവനന്തപുരം ഇവിടെയൊക്കെ പറത്താൻ ഇതൊന്നും കുഴപ്പമില്ല. പിന്നെ തന്നെ പോകുന്ന മോഡുണ്ട് ഗൈസ്. വേണമെങ്കിൽ അത് ഇട്ട് കാണിക്കാം. ഇവിടെ പറ്റത്തില്ല ഗൈസ്, കാരണം അതുപോലെ വണ്ടികളുണ്ട്. അയ്യോ വണ്ടി കണ്ടോ. അയ്യോ അതിനകത്തിപ്പോൾ തന്നെ പോകുന്ന മോഡിട്ടേക്കാണ്. ആ സൈഡിൽ കാണുന്ന സ്പീഡോമീറ്ററിൻ്റെ അവിടെ ഇല്ല, അതാണ് ഇടയിൽ കൂടി ഇടിച്ച് കുഴപ്പമില്ല. വണ്ടി നേരെ വന്നു ഇടിച്ചു. അപ്പം ഞാൻ ജസ്റ്റ് ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ട്. വണ്ടികൾ തിരക്ക്. നമുക്ക് അകത്ത് കയറാൻ ഇഷ്ടം. ഇതിൽ കൂടി കയറാനും പറ്റത്തില്ലല്ലോ. സൈഡിൽ കൂടെ പോകാൻ അതും പറ്റത്തില്ല. എന്തോ ചെയ്യാനാണ്. ഫോണൊക്കെ അടിച്ചു നോക്കിയിട്ടുണ്ട്. മാറിത്താ ഇടിക്കാൻ ഇപ്പോൾ കുഴപ്പം ഇല്ല. കുഴപ്പം ഇല്ല കഴിച്ചത്. പെട്രോളൊക്കെ അടിക്കാൻ നമുക്ക് ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ പെട്രോളൊക്കെ അധികം ഉണ്ട്. പോകാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ വഴി തെറ്റിച്ചാണോ പോകുന്നതെന്ന് അറിയത്തില്ല. കുഴപ്പമില്ല, നേരെയാണെന്ന് തോന്നുന്നു. ഇനി നമ്മൾ പറക്കുന്നു. ഹൈവേ കിട്ടിയ നമ്മൾ ഇപ്പോഴും തിരുവനന്തപുരം കഴിഞ്ഞിട്ടില്ല. നീണ്ട് കിടക്കുവാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതിൽ അധികം ആപ്പുകളൊന്നും വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്ന് ജസ്റ്റ് എനിക്ക് മറ്റേ ക്യാമറ എടുക്കാം. അതാണ്ടേ നമ്മൾ പൊളി ഗൈസ്. താഴെ പുഴയൊക്കെ ഉണ്ട്. അതൊക്കെ എന്തായാലും പോവാം. ഇവിടെയൊക്കെ പറത്താം ഗൈസ്. ഇവിടെ ഒന്നും വണ്ടിയില്ല. ഫ്രണ്ടിലൊരു വണ്ടിയുണ്ട് ഗൈസ്. തടസ്സമാണെന്നാണ് തോന്നുന്നത്. ഗൈസ് ഇടിച്ചില്ല, ജസ്റ്റ് ഒന്ന് തട്ടിയതേ ഉള്ളത്. പക്ഷെ ഹെൽത്ത് കുറഞ്ഞില്ല. ഇങ്ങോട്ടാണ് ഇടിച്ചില്ലെന്ന് നേരത്തെ പറഞ്ഞാണ്. അപ്പോഴത്തേക്കും ഇടിച്ചു. കുഴപ്പമില്ല. 78 നിറയെ പൈസ ഉണ്ട്. നേരില്ല സ്പീഡിൻ്റെ അവിടെ നേരെ നോക്കിയാൽ കാണാം. ആക്സിലേറ്റർ കൊടുത്ത്
ഇന്തോനേഷ്യയെക്കാളും എനിക്ക് നല്ല ഗ്രാഫിക്സ് ആയിട്ട് എനിക്ക് ഇതാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഏതാണ് കമൻറ്റ്. അതുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കിയാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഗൈസ്. ലോഡി. അപ്പോൾ നമ്മുടെ ചാനൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെ ചെയ്യുക, ലൈക്കും കൂടെ ചെയ്തേക്കുക, പിന്നെ ഒരു കമൻറ്റും കൂടെ ചെയ്തേക്കുക. ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, സിമുലേറ്റർ ഇന്ത്യ ഓർ സിമുലേറ്റർ ഇന്തോനേഷ്യ? മഴയൊക്കെ ഇടിവിട്ട് മഴയാണ്. നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയാൽ പിന്നെ ഗിവവേയുടെ കുറേ വീഡിയോസൊക്കെ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക. ഫസ്റ്റ് നിങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കുക. നമ്മുടെ എങ്ങോട്ടാണ് വളവാണ്. ഇത് വളയുന്നില്ല. നമ്മൾ പറത്തി പോവാണ്. 2 ട്രക്കുകൾ മാറി താഴെ വരെ മാറാത്തത്. മാറി ഇടിച്ച് അടിച്ചു കയറി വാ. പോ. ഇപ്പം ഇനി അയ്യോ അകത്ത് വൈപ്പർ ഇടണം ഗൈസ്. ഓക്കെ, വൈപ്പർ ഇട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. പക്ഷെ ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ ഉള്ള ഈ മാപ്പ് അത്ര അതില്ല ഗൈസ്, തെളിഞ്ഞ് കാണത്തില്ല. അയ്യോ ഇപ്പം പേടിച്ചേനെ. ഇതിലേക്ക് കൂടി കയറി പോവാം. റോങ് സൈഡാണ്. എന്തായാലും നമ്മളതൊന്നും പരിഗണിക്കത്തില്ല. നമ്മൾ പറത്തിയെന്നു ഒന്നുമില്ല, ഒറ്റ മൈൻഡ്. എൻ്റെ അമ്മോ, ആടി ഒളിഞ്ഞു പോവാണ്. ശരിയാണോന്ന് അറിയത്തില്ല വഴി. നമുക്ക് മറ്റേ അത് തന്നെ എടുക്കാം. അയ്യോ ഇപ്പം പണി പാളിയാണ്. പാലം വെള്ളത്തിൽ കിട്ടി. ഫുള്ള് ചാളങ്ങി പളങ്ങി നൈസ്. ബസ്സിൻ്റെ ഫ്രണ്ട് ഫുള്ള് ചതഞ്ഞിരിക്കുന്നു. പടമായി ഗ്രേഡ് ചെയ്യാം. ഗ്രേഡല്ല ഗൈസ്, റിപ്പയർ. ഇപ്പം മധുര മധുരയിലാണ് ഗൈസ്. നമ്മളിപ്പം മധുരയിലാണ് ഉള്ളത്. പാറത്തിൽ പോവാണ്. അടിച്ചാൽ തീർന്നു. അവരുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അവരുടെ വണ്ടിയിലാണ് ഇടിച്ചത്. അപ്പം നമുക്കെന്തായാലും കുറച്ചും കൂടെ പോയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ജയിക്കുകയാണെങ്കിൽ, അതായത് ഇത് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് 35,700 ഇത്ര RP കിട്ടും നമുക്ക്. പക്ഷെ ഇതിലത്ര വണ്ടിയില്ല. ഈ 2 വണ്ടിയേ ഉള്ളൂ ആകെ. ഇതും പിന്നെ വേറെ ഒരു വണ്ടി, അത് ഇച്ചിരി കൂടെ മോഡലുണ്ട് ഇതിനേക്കാൾ. പക്ഷെ ആകെ 2 വണ്ടിയുള്ളൂ. അല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ മോഡ് കയറ്റണം. അതാണ് ഇതിൻ്റെ പ്രശ്നം. വേറെ വണ്ടികളൊന്നും കിട്ടത്തില്ല. ആകെ 2 വണ്ടികളെ ഉള്ളൂ. ചിലപ്പോൾ ഇത് അപ്ഡേറ്റ് വന്ന് ആയിരിക്കും. പക്ഷെ ഇപ്പോൾ 2 വണ്ടിയേ ഉള്ളൂ. ആകെ ഇതും വേറെ ഒരു വണ്ടി ഒന്നും കാണുന്നില്ല. ഇടിച്ച് ഗൈസ്. ഇനി റിപ്പയർ ചെയ്തേ പറ്റും. നമുക്കൊന്ന് റിപ്പയർ ചെയ്തിട്ട് വന്നാലോ. ഓക്കെ ഗൈസ്, റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. റിപ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോൾ കളിച്ചെല്ലാം
പോകും. പിന്നെ സേവ് ആൻഡ് എക്സിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അതെനിക്ക് അറിയത്തില്ല എങ്ങനെ എടുക്കുന്നത്. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്ത വീഡിയോ വരുമ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഫുള്ളി റിപ്പയർ ചെയ്യാം. ഹോണടിച്ചാണ് നമുക്ക് തന്നെ പോകാൻ നോക്കിട്ടാലോ. തന്നെ പോകും അറിഞ്ഞില്ല. ഇപ്പം പോയി ഇടിക്കും. ഇതാണ് നമ്മുടെ അവസ്ഥ. പറഞ്ഞില്ലേ 63 അവിടെ ഇടിച്ചില്ല. ഇപ്പം ഇടിക്കും. അവരൊക്കെ നമ്മൾ ഫ്രണ്ടിലോട്ട് കയറുമ്പോൾ അവരെല്ലാം വഴി മാർത്തരുവാണ്. ഇന്നത്തെ ട്രെയിൻ പാളാണ് പറഞ്ഞത്. അയ്യോ, നമുക്ക് വിഷയമൊന്നുമില്ല ശ്രദ്ധിക്കുന്നത്. കാരണം പൈസ ഇരിപ്പോൾ നിറച്ചിട്ടില്ല. അയ്യോ, ഇവരെന്താ കാണിച്ച് വീണ്ടും വന്നിട്ടുണ്ട്. കുഴപ്പമില്ല ഗൈസ്, നമ്മുടെ ഈ പൈസയൊക്കെ എപ്പോഴുണ്ട്. അത്ര പൈസ ഒന്നുമില്ല, എന്നാലും ആവശ്യത്തിനുണ്ട്. റിപ്പയർ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇടിച്ചും വളച്ചൊക്കെ പോകുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാലോ നമ്മൾ ഡ്രൈവറാണ്. ഇത് കൊച്ചിയിലെ സ്ഥലം പോലുണ്ട്. കൊച്ചിയിലെ അതേ സ്ഥലം. എനിക്കിന്നങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെയാണ് അങ്ങനെ ചെയ്തു. നമുക്ക് എന്തായാലും കുറച്ച് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ. നേരെ ഒരു ഡ്രിഫ്റ്റ് അടിക്കാൻ നോക്കിയാലോ. ഇവിടെ ഡ്രിഫ്റ്റ് അല്ല, ഹാൻഡ് ബ്രേക്ക്. സ്പീഡിൽ പോയിട്ട് ഒറ്റ ഹാൻഡ് ബ്രേക്ക്. ഓക്കെ, ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.